പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി വിട്ടെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാനൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനെൻ നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. ദേഹമെന്നൊരാ വസ്ത്രമൂരി ഞാൻ 6 അടി മണ്ണിലാഴ്ത്തവേ, ഭൂമിയെന്നൊരാ കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും ആധിവ്യാധികൾ അന്യമായി കർത്താവേ ജന്മം ധന്യമായി. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്ത് കർത്താവെന്നോട് ചോദിച്ചു, സ്വന്ത ബന്ധങ്ങൾ വിട്ടു പോന്നപ്പോൾ നൊന്തു നീറിയോ നിന്മനം? ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ഇല്ല തെല്ലുമേ. എത്തി ഞാനെത്തി സന്നിധേ, ഇത്ര നാൾ കാത്ത സന്നിധേ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. എത്തുന്നേ ഞാനും നാഥന്റെ ചാരി പിറ്റെന്നൊപ്പമുണർന്നിടാൻ. കരയുന്നോ നിങ്ങൾ എന്തിനായി ഞാൻ സ്വന്ത ദേശത്ത് പോകുമ്പോൾ? കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ. പോകുന്നേ ഞാനും എൻ ഗൃഹം തേടി ദൈവത്തോടൊത്തുറങ്ങിടാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ,
കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. കരയല്ലേ കരയല്ലേ പോകുന്നു
ഞാൻ പോകുന്നു ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. സ്നേഹം തന്നോരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. പരിമിതമാമീ ലോകത്തിൽ കടമകളെല്ലാം തീരുന്നേ. പരമപിതാവിൻ ചാരത്ത് പുതിയൊരിടം ഞാൻ തേടുന്നേ. നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാൽ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ വന്നെത്തി. വത്സലരേ ദൂര എന്തിനും നിൽക്കുന്നൻ അരികിൽ വരുവിൻ ശ്ലോമോ
സങ്കട കീർത്തനമൻ പേർക്കായി പാടിടുവിൻ. മൃതി പാതാള കവാടത്തിൽ ബന്ധിച്ചെന്നെ. എന്റെ വാത്സല്യമുള്ളവരെ, നിങ്ങൾ എന്തിന് അകലെ നിൽക്കുന്നു? എന്നെ സമീപിച്ച് എനിക്ക് സമാധാനം തന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നെടുവീർപ്പോടുകൂടെ എന്നെക്കുറിച്ച് വിലപിക്കുകയും ചെയ്യുകയും. എന്തെന്നാൽ ഇതാ ഇന്ന് മരണം പാതാളത്തിന്റെ വാതിൽക്കൽ വെച്ച് എന്നെ അടിച്ചു വീഴ്ത്തിയിരിക്കുന്നു. മരണത്തിൻ ദൂതൻ പിറകെ വന്നപ്പോ ചുറ്റും പാർത്തേ തുണ ചെയ്യുവാൻ വന്നിൽ ആരും. വിളി കൂട്ടുന്നോർക്ക വെളിവാകും നാഥ, നിൻ ദൈവികമാ വലഭാഗേ നിർത്തണമെന്നേ. മോർച്ചറിയിൽ നിന്ന് മൃതദേഹം എടുത്ത് ഭവനത്തിൽ കൊണ്ടുവരുവാനും ഭവനത്തിലെ ശുശ്രൂഷയ്ക്ക് ശേഷം സെമിത്തേരിയിലുള്ള ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. ശുശ്രൂഷയെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ദൈവമായ കർത്താവ് ഇത്രത്തോളം അനുഗ്രഹിച്ചു, കാലാവസ്ഥയൊക്കെ ഞങ്ങൾക്ക് അനുകൂലമാക്കി തീർന്നു. സൂക്ഷിപ്പാൻ തന്റെ ദാസന്മാരെ ദൈവം ബലപ്പെടുത്തി ശക്തീകരിച്ച കൃപകൾക്കായി പ്രതികാൽ മക്കൾക്കായി പ്രാർത്ഥന, മക്കൾക്കായി കൊച്ചുമക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരെയൊക്കെ ആശ്വാസത്തോടെ ബലത്തോടെ പ്രത്യാശയോടെ നിർത്തിയ കൃപകൾക്കായി സ്തോത്രം. പിന്നെയും ദൈവത്തിന്റെ കൃപയിൽ മറയ്ക്കണമേ. ഞങ്ങൾ കർത്താവ് സെമിത്തേരിയിലുള്ള ശുശ്രൂഷ ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപ ഞങ്ങളോട് കൂടിയിരിക്കണം. യേശു ക്രിസ്തു തന്നെയുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പരിശുദ്ധ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വാത്സല്യ മാതാവ് 76 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചു. വളരെ അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിൽ ദൈവം തനിക്ക് കൊടുത്ത കുടുംബജീവിതം നയിക്കുവാൻ 3 തലമുറകളെ ദൈവം നൽകി. അവരെ വിവാഹിതരായി അവർക്ക് മക്കളൊക്കെ ഉണ്ടായി കാണുവാനും അവരോട് ചേർന്ന് അവരുടെ ശുശ്രൂഷകൾ അനുഭവിപ്പാനൊക്കെ ദൈവം അവസരങ്ങളെ ഒരുക്കിയല്ലോ. എന്നാൽ കഷ്ടവും ദുഃഖവും ക്ലേശവും ഒക്കെ താൻ അനുഭവിച്ചു. എന്നാൽ കർത്താവിനെ അറിഞ്ഞ നാൾ മുതൽ കർത്താവിന് വേണ്ടി ഒരു ധീര പടയാളിയായിട്ട് ആ ദേശത്ത് പാർത്ത് കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ, അത് ദേശത്തും ദൈവസഭയിലും ഒരുപോലെ അങ്ങനെ നിലനിൽക്കുവാനായിട്ടിടയായി. എന്നാൽ കർത്താവ് തൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ ദാസിയെ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചു ചേർക്കുവാൻ ദൈവത്തിന് പ്രസാദമായതോർത്ത് നന്ദിയോടെ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഈ വാത്സല്യ മാതാപ്രായം എത്ര കൂടുതലാണെങ്കിലും ഒരു പിതാവോ മാതാവോ മക്കളിൽ നിന്ന് വേറിട്ട് പോകുന്നത് അവർക്ക് താങ്ങുവാൻ കഴിയുന്നതിലധികം വേദനയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. എന്നാൽ നാം എല്ലാവരും ഈ വഴി കടന്നു പോകേണ്ടതാണ്. എന്നാൽ ഇന്ന് മാതാവ് കടന്നുപോയി. അടുത്ത ദിവസം നമ്മിൽ ആരാണ് പോകുന്നത് അറിയത്തില്ല. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പത്രമാധ്യമങ്ങളൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ 4 വയസ്സ് 7 വയസ്സ് ജനിച്ച ഒരു മനുഷ്യൻ ഭൂമിയിൽ പിറന്നാൽ മരണം അവൻ്റെ പിന്നാലെ ഉണ്ട്. എപ്പോഴാണ് മരണമെന്ന് നമുക്കറിയില്ല. വാഹനം ഡ്രൈവ് ചെയ്യുന്നവർ മരിക്കുന്നു. അങ്ങനെ പല നിലകളിലാണ്. എന്നാൽ ക്രിസ്തുവിൽ പ്രത്യാശയുള്ള മാതാവ് ഇവിടുന്ന് തന്നെ കർത്താവ് വിളിച്ച് തൻ്റെ സന്നിധിയിൽ ചേർത്തു. കർത്താവിൻ്റെ സന്നിധിയിൽ ദുഃഖവും ക്ലേശവും ഇല്ലാത്ത ആ നല്ല നാട്ടിൽ
ഈ മാതാവ് വിശ്രമിക്കുകയാണ്. നാം ഇവിടെ നടക്കുന്ന ശുശ്രൂഷ ഒന്നും താൻ അറിയുന്നില്ല. ഈ ശുശ്രൂഷകളെല്ലാം നമ്മുടെ ജീവിതത്തിൻ്റെ നാളുകൾക്ക് വേണ്ടിയുള്ള തീരുമാനമെടുക്കാനും ഈ മാതാവിന് ഭൂമിയിൽ നൽകാവുന്ന അവസാന ശുശ്രൂഷ ഒരു യാത്രയെപ്പാണ് ഭവനത്തിൽ ഇവിടെ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. ഈ വെയിലത്ത് നിങ്ങളെല്ലാവരും നിൽക്കുന്നു. സമയങ്ങൾ അല്ലെങ്കിൽ ദീർഘമാക്കുന്നില്ല. ദൈവം എല്ലാവരെയും കുടുംബാംഗങ്ങളെല്ലാം ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവാകൃപ ധാരാളം നമ്മുടെ മേൽ പകരട്ടെ. ഇവിടെ ചില വേദഭാഗങ്ങൾ വായിച്ച് ഇവിടെ വെച്ചുള്ള ശുശ്രൂഷ നിർവഹിച്ച് മാതാവിൻ്റെ സംസ്കാര ശുശ്രൂഷ ഇവിടെ നിർവഹിക്കാനായിട്ട് ദൈവസനിൽ ആഗ്രഹിക്കുകയാണ്. സംസ്കരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഒരു വസ്തു സംസ്കരിച്ചു അല്ലേ, അതിന് ശേഷം അതിനേക്കാൾ ഉത്തമമായതൊന്ന് എന്ത് ചെയ്യും, പുറത്തു വരും. സ്തോത്രം. അപ്പോൾ ഈ മാതാവ് 76 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു, യേശുവിനെ അറിഞ്ഞു, ഒരു വിശുദ്ധയായി ജീവിച്ചു. തൻ്റെ ഭൗതിക ശരീരം ഇവിടെ നമ്മൾ സംസ്കരിക്കുമ്പോൾ കാഹളം ധ്വനിക്കുമ്പോൾ വിശുദ്ധന്മാർ ഉയർക്കുന്ന പൊൻപുലരിയിൽ കർത്താവിൻ്റെ ദാസി ഒരു തേജസ്സിൻ്റെ ശരീരത്തോടെ ഉയർത്തപ്പെടുമെന്നുള്ള പ്രത്യാശയാണ് ദൈവമക്കളായ നമുക്കുള്ളത്. ദൈവത്തിന് സ്തോത്രം. വേദഭാഗങ്ങൾ ചിലത് വായിക്കുന്നു. നമ്മൾ 90 സങ്കീർത്തനം ചർച്ച ഭവനത്തിൽ വെച്ച് വായിച്ചു. ഇപ്പോൾ 39 സങ്കീർത്തനം അതിൻ്റെ 5 മുതലുള്ള വേദഭാഗങ്ങൾ കർത്താവിൻ്റെ ദാസന്മാർ വേഗം നിർത്തിയായിട്ട് വായിക്കും. യഹോവേ, എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ. ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാൻ അറിയുമാറാകട്ടെ. ഇതാ, നീ എൻ്റെ നാളുകളെ 4 വിരൽ നീളമാക്കിയിരിക്കുന്നു. ഏത് മനുഷ്യനും നിന്റെ മുമ്പാകെ എതിരാത്തതുപോലെ ഇരിക്കുന്നു. ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു വിശ്വാസമത്രേ. മനുഷ്യർക്കെയും വരുന്നില്ലായി നടക്കുന്ന നിശ്ചയം, അവർ വ്യക്തമായി പരിശ്രമിക്കുന്ന നിശ്ചയം. അവൻ ധനം സമ്പാദിക്കുന്നു, ആർ അനുഭവിക്കും എന്ന് അറിയുന്നില്ല. കർത്താവേ, ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു. എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു. എൻ്റെ സകല ലംഘനത്തിൽ നിന്നും എന്നെ വിടുവിക്കണമേ. എന്നെ പോഷണ നിന്നയാക്കി വെക്കരുതേ. ഞാൻ വായി തുറക്കാതെ ഊമനായിരുന്നു. നീയല്ലോ അങ്ങനെ വരുത്തിയതേ. നിന്റെ ബാധ എങ്കിൽ നിന്നും നീക്കണമേ. നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു. അകൃത്യനിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവൻ്റെ സൗന്ദര്യത്തെ പുഴ പോലെ ക്ഷയിപ്പിക്കുന്നു. ഏത് മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു. യഹോവേ, എൻ്റെ പ്രാർത്ഥന കേട്ട് എൻ്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ. എൻ്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുത്. ഞാൻ നിൻ്റെ സകല പിതാക്കന്മാരെ പോലെയും നിൻ്റെ സന്നിധിയിൽ എന്നിനും പരദേശിയുമാകുന്നുവല്ലോ. ഞാൻ ഇവിടെ നിന്ന് പോയില്ലാതെയാകുന്നതിന് മുമ്പേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിൻ്റെ നോട്ടമെങ്കിൽ നിന്നേ മാറ്റണമേ. ആമേൻ. തുടർന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 27 അധ്യായം അതിൻ്റെ 19 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങൾ ശമ്പൽ പാസ്റ്റർ ഇപ്പോൾ വായിക്കും. നിന്റെ മൃതന്മാർ ജീവിക്കും, എൻ്റെ ശവങ്ങൾ എഴുന്നേൽക്കും. കുടിയിൽ കിടക്കുന്നവരെ ഉണർന്ന് ഘോഷിപ്പീൻ. നിന്റെ മഞ്ഞ പ്രഭാതത്തിലെ മഞ്ഞ് പോലെ ഇരിക്കുന്നു. ഭൂമി പ്രേതന്മാരെ പ്രസവിക്കുമല്ലോ. എൻ്റെ ജനമേ, വന്നതിൻ്റെ അളവുകളിൽ കടന്ന വാതിൽ അടയ്ക്കുക. ക്രോധം കടന്നു പോകുമ്പോൾ അല്പനേരത്തേക്ക് ഒളിച്ചിരിക്കുക. യഹോവ ഭൂവാസികളുടെ അകൃത്യ നിമിത്തം സന്ദർശിപ്പാൻ തന്റെ സ്ഥലത്ത് വന്ന് വരുന്നു. ഭൂമി താൻ കുടിച്ച രക്തമൊക്കെയും വെളിപ്പെടുത്തും. തങ്ങളുടെ ഹതന്മാരെ ഇനി മൂടി വയ്ക്കുകയുമില്ല. വെളിപ്പാട് പുസ്തകം 20 അധ്യായം അതിൻ്റെ 21 1 മുതൽ 8 വരെയുള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ വായിക്കും. വെളിപ്പാട് പുസ്തകം 21 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി, സമുദ്രം ഇനിയില്ല. പുതിയ യെരൂശലേം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. സിംഹാസനത്തിൽ നിന്നൊരു മഹാശബ്ദം പറയുന്നതാ ഞാൻ കേട്ടത്. ഇതാ, മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം. അവനവരോടുകൂടെ വസിക്കും. അവർ അവൻ്റെ ജനമായിരിക്കും. ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ തുടച്ചു കളയും. ഇനി മരണമുണ്ടാകിയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകിയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിലിരിക്കുന്നവൻ ഇതാ, ഞാൻ സകലവും പുതിയതാകുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവുമാകുന്നുവെന്ന് അവൻ കൽപ്പിച്ചു. പിന്നെയും അവൻ എന്നോട് അരുളി ചെയ്ത സംഭവിച്ചു തീർന്നു. ഞാൻ അല്പവും ഏകയും ആദ്യവും അന്തവുമാകുന്നു. ദാഹിക്കുന്നവൻ ഞാൻ ജീവന നീരുറവിൽ നിന്ന് സൗജന്യമായി കൊടുക്കും. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും. ഞാൻ അവന് ദൈവവും അവനെനിക്ക് മകനുമായിരിക്കും. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ എന്നിവർക്കും
ഓഷ്ക് പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധവും കത്തുന്ന പൊയ്കയിലത്രേ. അത് രണ്ടാമത്തെ മരണം. ആമേൻ. ഹല്ലേലൂയ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ ഉള്ള വേദഭാഗങ്ങൾ ഇപ്പോൾ ദേവദാസന്മാർ വായിക്കും. സഹോദരന്മാരെ, ഞങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തത് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായി നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെയല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരെ ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങൾ എടുക്കപ്പെടും. ഇങ്ങനെ നാം എല്ലായ്പ്പോഴും കർത്താവിനോടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പീൻ. ഹല്ലേലൂയ. പ്രത്യാശയുടെ വചനങ്ങൾ ദൈവം നമുക്ക് നൽകുവാനായിട്ടിടയായി തീർന്നുവല്ലോ. വാത്സല്യ മാതാവ് ഇതുവരെ ഭൂമിയിൽ ജീവിച്ചു, നല്ല സാക്ഷ്യം പുലർത്തുവാനായിട്ടിടയായി. കഴിഞ്ഞ ദിവസങ്ങൾ കർത്താവ് തൻ്റെ സന്നിധിയിൽ കർത്താവ് തൻ്റെ ദാസിയെ വിളിച്ച് ചേർത്തു. 76 വയസ്സുവരെ ഈ ഭൂമിയിൽ പാർത്തു. ദൈവവചനം പറയുന്നത് ആമേൻ, ഇത് വിശ്രമമാണ്. ഇനിയും നാം കാണുന്ന ഒരനുഭവമുണ്ട്. ആമേൻ, മക്കൾക്കും ഇവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാണണം. മാതാവ് ഉയർക്കും. എന്നാൽ മാതാവിനെ മുഖാമുഖമായി കാണണമെങ്കിൽ ഒരു വഴിയേ ഉള്ളൂ. ആമേ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് സ്നാനപ്പെട്ട് മാതാവ് നടന്ന ആ ഭക്തിയോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ജീവിച്ചാൽ മാതാവിനെ നാളെ കാണാം. ഉയർപ്പിൽ ആ തേജസ്സിൻ്റെ ശരീരത്തോടെ നമുക്ക് കാണാം. ഇല്ലെങ്കിൽ കാണുവാനായിട്ട് സാധ്യമല്ല എന്നാണ് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നത്. ഒരു വേദഭാഗം കൂടി അവസരത്തിൽ വായിക്കുന്നു. ദാനിയേലിന്റെ പുസ്തകം 12-ാം അധ്യായം അതിൻ്റെ 13-ാമത്തെ വാക്യം കൂടെ. നീയോ അവസാനത്തോളം വരുവോളം പോയിക്കൊള്ളുക. നീ വിശ്രമിച്ച കാലാവസാനത്തിങ്കൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരും. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം. ദാനിയേൽ എന്ന ദൈവഭക്തൻ, പ്രിയ പുരുഷൻ എന്ന് ദാനിയേലിനെ കുറിച്ച് ദൈവം എടുത്തു പറഞ്ഞിട്ടുണ്ട്. ആ ദൈവവൃത്യൻ വിശ്രമത്തിനായി പോയപ്പോൾ അവിടെ വായിക്കുന്നത്, നീയോ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഈ മാതാവ് ഈ യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ ദൈവസഭയിലും ദേശത്തും നല്ല സാക്ഷ്യം പുലർത്തി കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിച്ചു. ഈ മാതാവിന് ഒരു പ്രതിഫലമുണ്ട്. ദാനിയേലോട് പറഞ്ഞതുപോലെ കർത്താവിൻ്റെ ദാസി തങ്കമ്മ മാത്യു എന്ന ആ പ്രിയപ്പെട്ടവൾ 76 സംവത്സരം ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുവിനെ അറിഞ്ഞ നാൾ മുതൽ നല്ല മാതൃകാ ജീവിതം കാഴ്ചവെക്കുവാനായിട്ടിടയായി. ഞങ്ങൾക്ക് പറയുവാനുള്ളത്, നീ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ദൈവത്തിന് സ്തോത്രം. നമുക്കും ആകാംക്ഷയോടെ പ്രതീക്ഷയോടെ നമുക്ക് ഈ ഭക്തിയോടെ ഈ ദിവസങ്ങളിൽ നമുക്കുമായിരിക്കാം. ഭക്തിയുള്ള പുരുഷന്മാർ സ്തെഫാനോസിന്റെ ശരീരം അടക്കി എന്ന് വായിക്കുന്നത് പോലെ ദൈവത്തിന്റെ ദാസന്മാരായ ഞങ്ങൾ ചേർന്ന് ഇവിടെ കൂടപ്പെട്ട ഈ സദസ്സ് നമ്മൾ ഒന്നിച്ച് ഈ പ്രിയപ്പെട്ട മാതാവിന് യാത്ര അയക്കുകയാണ്. തേജസ്സിന്റെ പൊൻപുരിയിൽ തേജസ്സിന്റെ ശരീരത്തോടെ കർത്താവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ ഉയർത്തു വരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ആകയാൽ ഈ മാതാവിന് വിട ചൊല്ലുകയാണ്. ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മണ്ണിൽ നിന്ന് പൊടിയിൽ നിന്ന് എടുത്തിരിക്കയാൽ നീ മണ്ണിലേക്ക് ചേരും എന്ന ദൈവവചന പ്രകാരം ഈ ശുശ്രൂഷ നിർവഹിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അതിനു മുമ്പായിട്ട് മുഖം മക്കളിൽ ആരാണ് ചെയ്യുന്നത്? അല്ലെങ്കിൽ നെറുകയിലൊടുവിൽ മുത്തുമ്പോൾ കരയരുതേ, നീ പിടയരുതേ. മൃതിതൻ പടികൾ കയറുമ്പോൾ തുണതരണേ നിൻ പ്രാർത്ഥനയാ. സ്മൃതികളിലെന്നെ ചേർക്കേണേ ഒരു പിടി മണ്ണിൽ പൊതിയുമ്പോൾ. ഒടുവിലെ യാത്രയ്ക്കായിന്ന് പ്രിയജനമേ ഞാൻ പോകുന്നു. മെഴുതിരിയേന്തും മാലാഖ മരണരഥത്തിൽ
നാമത്തിൽ വന്നെത്തി. സ്നേഹം തന്നൂരൻ പ്രിയരെ ദേഹം വെടിയും നേരത്ത് മിശിഹ തന്നുടെ നാമത്തിൽ നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. നന്ദി പറഞ്ഞു മടങ്ങട്ടെ. Thank you for watching this video. Please like, share and subscribe for my channel, the FOS Media HD.